കണ്ണൊന്നും അറിയണ്ട കേട്ടോ, കല്യാണമൊക്കെ നമുക്ക് വേഗം സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവന് ഇങ്ങനെയില്ല, ഒരു കുട്ടിയില്ലാത്ത ഒരു വിഷമം എനിക്കില്ല, വേറെ ഒന്നുമില്ല. എൻ്റെ മക്കളൊന്നിനും എനിക്ക് വിഷമാക്കുന്നില്ല. പക്ഷേ ഏറ്റവും ഇന്നിപ്പം ഞാൻ പ്രായമായി എൻ്റെ ഇത് കഴിഞ്ഞാൽ എൻ്റെ മോനൊരു സഹായി വേണ്ടേ, അതേയില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് മാവിച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് സുകേഷിനെ കാണാനാണ്. നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. എന്നാൽ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ അടിപൊളി സ്ഥലത്താണ് കേട്ടോ. എന്താ വീട് ഇവരെ തന്നെ റോഡാണ്, വീട്ടിലേക്കുള്ള വഴിയാണ് ആ കാണുന്നത് കേട്ടോ. അത് ഇവരുടെ അനിയൻ്റെ വീടല്ലേനോ, അനിയൻ്റെ വീട് തന്നെയാണ് മുകളിലുള്ളത്. ഇതാണ് സുകേഷിൻ്റെ വീട്. ഇവിടെ ഏറ്റവും രസം ഇതാണ് കേട്ടോ. ഇതാ നിൽക്കുന്നതാണ് കേട്ടോ സുകേഷ്. നമസ്കാരം. ഇത് കണ്ടില്ലേ, മുമ്പിൽ വയലാണ്. അപ്പോൾ ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ. ഇവിടെ വഴിയൊന്നുമല്ല കേട്ടോ, വഴിയെല്ലാം മുകളിൽ തന്നെ, ജസ്റ്റ് വയലൊരു വ്യൂവിന് വേണ്ടി സെറ്റ് ചെയ്തതാണ്. ഇതാണ് വീട്. ഓക്കെ, അപ്പോൾ സുകേഷിന് ബ്രെഡിൻ്റെ കമ്പനിയാണ് കേട്ടോ. വന്നിട്ട് എന്തൊക്കെയാ വിശേഷം? അപ്പോൾ കാസർഗോഡാണ് കമ്പനി അല്ലേ? ആ, നിങ്ങളത് ആദ്യ വിവാഹമാണ് അല്ലേ? 43 വയസ്സല്ലായത്. കല്യാണം എന്താ വൈകാൻ കാരണം? കല്യാണം എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലെ കൃഷിപ്പണി കഴിഞ്ഞു. പിന്നെ ട്രാക്ടർ, ടില്ലർ, പിന്നെ എല്ലാ മെഷീനും കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. കൃഷിക്കാരന് പെണ്ണില്ല എന്നുള്ളൊരു ഇത് നിറയുണ്ടല്ലോ. അതെ. പിന്നെ അത് കഴിഞ്ഞു നമ്മൾ സ്വന്തം കടയുണ്ട്, അനാദിക്കട എല്ലാം നമ്മൾ നടത്തി. നേരത്തെ ഒരു 3 കൊല്ലം കച്ചവടം നടത്തി കൊണ്ടുകൊടുക്കുമ്പോൾ ഈ ബേക്കറീൻ്റെ ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങണം. നമ്മൾ പാർട്ട്ണർഷിപ്പിലാണ്. പിന്നെ അവിടെ നിന്ന് സാധനം ഉണ്ടാക്കുക, വണ്ടിക്ക് സപ്ലൈ, അങ്ങനെ ഇപ്പോൾ നടന്നു കൊടുക്കുന്നു. 10 വർഷമായിട്ട് ബേക്കറി. 10 വർഷമായിട്ട് ഈ ബ്രെഡ് മാത്രമാണോ? ബ്രെഡ്, ബന്ന്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുക, സപ്ലൈ ചെയ്യുക അല്ലേ? വണ്ടിക്ക് നമ്മൾ തന്നെ വണ്ടിക്ക് സപ്ലൈ ചെയ്യും. 10-12 വണ്ടി ഓടുന്നുണ്ട്. 12 വണ്ടികളുണ്ട്. അത് ശരി. അപ്പോൾ നിങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇപ്പോൾ നമ്മളവിടെയും കോഴിക്കോട് ഒന്നും പാർട്ട്ണർഷിപ്പ് അല്ല. അത് നമ്മൾ പോക്ക് കുറവാണ്. അത് വേറെ ടീം നടത്തുന്നതാണ്. ഇപ്പോൾ ഈ കൃഷി കാര്യങ്ങളൊന്നും ഇപ്പോൾ കൃഷിയും കാര്യമില്ല. ഇപ്പം ഞാൻ പോയ പിന്നെ ഇതെല്ലാം മുന്നിൽ തരിശായി കിടക്കുന്നത്. അത് മുമ്പിലുള്ള വയലുകൾ തന്നെയാണല്ലേ? അത് ശരി. പിന്നെ അവിടെ കാസർഗോഡ് കുറച്ച് ദിവസം നിൽക്കും, പിന്നെ ഇങ്ങനെ വരും, അങ്ങനെയുള്ള ഒരു ഇതാണല്ലേ? അമ്മയും അച്ഛനും സുകേഷ് ഭായി ആണ് ഈ വീട്ടിലുള്ളത്. നിങ്ങൾ എത്ര മക്കളാ? നമ്മൾ 4 മക്കൾ. 4 മക്കൾ. 4 അല്ലേ? മൂത്ത ചേച്ചി, പിന്നെ ഏട്ടൻ, പിന്നെ അനിയൻ. അനിയൻ ആർമി, ഏട്ടൻ പ്രവാസിയായി. ഇപ്പം വന്നിട്ട് ഇതേ ഫീൽഡ് തിരുവനന്തപുരത്ത് ഒരു ഫാക്ടറി നടത്തുന്നുണ്ട്. പിന്നെ ചേച്ചി കല്യാണം കഴിച്ചുകൊണ്ട് ഇപ്പോൾ അനിയൻ ആർമിയിലല്ലേ? അത് ശരി. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു വധുവിനെ കണ്ടെത്തണം. ഇവിടെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ പ്രായമായി വരികയാണ്. അപ്പോൾ അല്ലേ, നമുക്ക് വീട്ടിലേക്ക് ഒരാൾ ഇപ്പോൾ ഇങ്ങനെ കൃഷിക്ക് അത് തന്നെ കല്യാണം കുറച്ച് അങ്ങ് വൈകിപ്പോയി. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാണ്ട് ഇടുമ്പോൾ അങ്ങനെ അങ്ങ് ലേറ്റായി പോകുന്നതാണ്. നമ്മൾ കച്ചവടവും കാര്യങ്ങളും ബിസിനസ്സുമായിട്ട് അങ്ങനെ പോകുമ്പോൾ അങ്ങ് ലേറ്റായി പോകുന്നതാണ് സംഭവം. നിങ്ങൾക്ക് ദൂരം പ്രശ്നമൊന്നും ഇല്ലല്ലോ? പ്രശ്നമൊന്നുമില്ല. എത്ര വയസ്സ് വരെ നമുക്ക് നോക്കാം? 38 വയസ്സ് വരെ നോക്കാം. ഒരു 38 വരെയൊക്കെ നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് 38 വയസ്സ് വരെ നോക്കാം അല്ലേ? 38 വയസ്സ് വരെ നോക്കാം. ഡിവോഴ്സ് ആയത്, ഭർത്താവ് മരിച്ചതൊക്കെ നമുക്ക് നോക്കിക്കൂടെ? ബാധ്യത ഇല്ലാതെ നോക്കാം. ബാധ്യത ഇല്ലാത്തത്, മക്കൾ ബാധ്യത ഇല്ലാത്തതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാധ്യത ഇല്ലാത്ത 38 വയസ്സിൻ്റെ ഉള്ളിലുള്ള കേരളത്തിലെ ഏത് ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. പിന്നെ ഇവിടെ സുഖമാണ്, വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല, സാമ്പത്തിക ബാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല രീതിയിലൊരു കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ? സാമ്പത്തികമായിട്ടൊന്നും ബുദ്ധിമുട്ട് ഇതുവരെ ഇല്ല. അതെ, അങ്ങനെ നല്ല രീതിയിൽ പോകുന്നതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരാൾ വരിക. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? വേറെ കാര്യമായിട്ടൊന്നും പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര വരെയാണ് പഠിച്ചത്? SLC വരെ പഠിച്ചുള്ളൂ. SLC വരെ. ഹൈറ്റ് എത്രയാണ്? 170 അല്ലേ? ഇത് സുകേഷ് ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മേൻ്റെ പേരെന്താ? നളിനി. നല്ലൊരു പെൺകുട്ടീനെ കണ്ടുപിടിക്കണല്ലേ നമുക്ക്? നല്ല ശീലവും സ്വഭാവം, അണങ്ങിയ ഒരു സ്വഭാവം നന്നാണ്, അത് അത്രയേ. അതാന്നിട്ട് ഓന് വേറെ ഒന്നും വേണ്ട, ഒരു വെച്ച് കൊടുക്കാൻ, ഓൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല പെൺകുട്ടീനെ ആണ് മതി. ബാക്കിയൊന്നും വേണ്ട, സ്വന്തമായിട്ട് എല്ലാ കഴിവും ഉണ്ട്. സ്വത്തും പണമൊന്നും നമ്മൾ നോക്കുന്നില്ല. ഒരു പാവപ്പെട്ട വീട്ടിലായാലും നല്ലൊരു പെൺകുട്ടി ആയാൽ മതി അല്ലേ? സ്വഭാവം നന്നാണ്, അതന്നെ എനിക്ക്. അമ്മ ഇവിടെ പണിത്തിരക്കില്ലേനു കേട്ടോ, നമ്മൾ വിളിച്ചതാണ്. ഇവിടെ ഇവർ തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വൈകാനില്ല. എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക.
നിങ്ങൾക്ക് നല്ലൊരു ജീവിതമായിരിക്കും. ഇവിടെ യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ അമ്മേ? അതെ, നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവന് ഇങ്ങനെയില്ല, ഒരു കുട്ടിയില്ലാത്ത ഒരു വിഷമേ എനിക്കില്ല, വേറെ ഒന്നുമില്ല. എൻ്റെ മക്കളൊന്നിനും എനിക്ക് വിഷമാക്കുന്നില്ല. പക്ഷേ ഏറ്റവും ഇന്നിപ്പം ഞാൻ പ്രായമായി എൻ്റെ ഇത് കഴിഞ്ഞ് എൻ്റെ മോനൊരു സഹായി വേണ്ടേ, വെയിൽ അതാണ്. കണ്ണൊന്നും നിറയണ്ട കേട്ടോ, കല്യാണമൊക്കെ നമുക്ക് വേഗം സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ 43 വയസ്സാണിപ്പോൾ സുകേഷ് ചേട്ടനായത്. നമുക്കൊരു 38 വരെ നോക്കാം. ബാധ്യത ഇല്ലാത്തതായിരിക്കണം എന്നുള്ളതാണ്. ഡിവോഴ്സ് ആയതോ ഭർത്താവ് മരിച്ചതായതൊന്നും നമുക്ക് വിഷയമല്ല. പിന്നെ വരുന്ന ആൾക്ക് പറഞ്ഞല്ലോ, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. സാമ്പത്തികമായിട്ടും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, നല്ല ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ അങ്ങനെ പോകാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് അന്വേഷിക്കണമെങ്കിലും അന്വേഷണം കാര്യങ്ങളൊക്കെ ഇരു കൂട്ടരും ചെയ്തിട്ട് തന്നെ മുമ്പോട്ട് വരിക. പിന്നെ സുകേഷ് ചേട്ടാ, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തുനിന്നാണ് വിളിക്കുന്ന എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല. നിങ്ങളെ സാമ്പത്തിക സ്ഥിതി കണ്ട് കോൺടാക്ട് ചെയ്യുന്നതിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, അന്വേഷിച്ച് ചെയ്യുക. പിന്നെ ബ്രോക്കർമാർ കാര്യങ്ങൾ വിളിച്ചാൽ താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞേക്ക് കേട്ടോ. നമ്മൾ നേരിട്ട് ആളുകളിലേക്കാണെന്നുള്ള ശ്രദ്ധിക്കുക കേട്ടോ. അത് പ്രത്യേകം പറയുന്നതാണ്. അപ്പോൾ നല്ല ആലോചന തന്നെ വരട്ടെ. ആരും പൈസ കണ്ടു അങ്ങനെയൊന്നും വരുന്ന ആളാവരുത്. അപ്പോൾ ഇനിയൊരു ജീവിതം നല്ല ജീവിതമായിരിക്കണം. 43 വയസ്സ് ആയി എന്ന് പറയുമ്പോൾ പിന്നെ ഇനിയുള്ള ജീവിതം ഇങ്ങനെ നമുക്ക് അലമ്പിനും അതിനൊന്നും ഉള്ള സമയമൊന്നും അതൊന്നുമില്ല. ഇനി സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോകുക എന്നുള്ളതിന് നല്ലൊരു കൂട്ടായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുക, മുമ്പോട്ട് വരിക. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ.